ഭയങ്കര ട്രാഫിക് അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ? നമുക്ക് ഊബറിൽ പോയാലോ? നീ അതിൻ്റെ വണ്ടി കാക്കനാട് കൊണ്ട് തരാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ പോകണമെന്ന്. ബ്ലഡി ഫുൾ. എന്റെ അമ്മോ, ഞാനത് തിന്നൊന്നുമില്ല. നിനക്കിപ്പോ അത്യാവശ്യത്തിന് അവന്റെ കാറില്ലേ? എന്റെ ലോകം എന്റെ പാത എന്റെ നീതി എന്റെ രീതി എന്റെ വിധി തോൽക്കാനാവില്ല. വീരാക്കത്തും ഭൂഗോളം അബന്ധത്തിൽ ശബ്ദം മറച്ച് ലോകം ഉറങ്ങി. നിരന്തര സത്യത്തിനായി നീ തേടൂ. പകയിൽ തൂക്കിയ നമ്മുടെ കഥ ഇത്. കനവുകൾ കോർത്ത ജീവിത വഴി ഇത്. ചുവടുകൾ ഇടറിയ വഴിയുടെ കര ഇത്. വാക്കുകൾ തീർത്തൊരു മാരണം അതിലിത്. തിരുകൾ താണ്ടിയ പറവയിൽ ചെറുകിത്. പുതിയൊരു കാലം പുതിയൊരു വേരുകൾ പുതിയൊരു കടലിൽ പുതിയൊരു ഗതി. ഇത് എന്റെ ലോകം എന്റെ പാത. സ്വപ്നം ജയിക്കൂ. ഷണി, ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കുടിച്ചാൽ ചൂടോടെ കുടിക്കാം. എന്താ പതിവില്ലാത്തൊരു ചായ? രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോൾ ഒരു ചായ ഉണ്ടാക്കാൻ തോന്നുന്നു. ഞാൻ ചായ ഒന്ന് എടുത്തേ നോക്കട്ടെ. ഇതാ. ചോദിക്കാതെ കിട്ടിയോണ്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ്. എന്താണ് സണ്ണി, എനിക്കെന്തോ ഇത് വർക്കാവാത്ത പോലെ. നമുക്ക് നമ്മളെവിടെയോ മിസ്സായ പോലെ. നീ തോന്നുമ്പോഴൊക്കെ വരും, തോന്നുന്നതൊക്കെ ചെയ്യും, എന്നിട്ട് ഒരൊറ്റ പോക്കാം. എനിക്കെന്തൊരു കണക്ഷൻ ഫീൽ ആവുന്നില്ല. നീ സീരിയസ് ആണോ? അല്ലടാ, ഞാൻ തമാശ പറയാം. എനിവേ, ഇറ്റ്സ് ബെറ്റർ വി സ്റ്റോപ്പ് ദിസ് ഫോർ എ വൈൽ. എന്താണ്, നമ്മൾ ഓക്കെ അല്ലേ? ഡീ നീ എന്താ ഒന്നും മിണ്ടാത്തേ? പാട്ടോ നിർത്തണ്ട. ഇതൊരു ഫൈനൽ ഡിസിഷനൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ട്രൈ. എനിക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും എന്നെ ഒന്ന് തനിച്ച് വേണം. നിനക്ക് വിഷമാവെന്നറിയാം. എനിക്കെന്ത് വിഷമം? നീ നിൻ്റെ സൗകര്യത്തിന് എപ്പോഴാണെന്ന് വെച്ചാൽ വിളിക്ക്. അപ്പോൾ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വരാം. ആദ്യം നിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. ശ്വേത, നിനക്കൊരു വിചാരമുണ്ട് എനിക്ക് നിന്നെ വേണമെന്ന് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന്. എന്നാൽ അതങ്ങനെയല്ല. നിനക്കെപ്പോൾ എന്നെ വേണമെന്ന് തോന്നുമ്പോഴാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നത്, എപ്പോഴും അല്ലെങ്കിലും.
നീ നന്നായി ആലോചിച്ച് സമയം എടുത്തിട്ട് പറഞ്ഞാൽ മതി. നീ ഓക്കെ ആകുമ്പോൾ മാത്രം എന്നെ വിളിച്ചാൽ മതി.